വൻ ഭൂരിപക്ഷത്തോടെ ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞതാണ്, ഇത് പിണറായി സർക്കാരിൻ്റെ താഴോട്ടുള്ള പതനത്തിൻ്റെ ആരംഭമായിരിക്കും നിലമ്പൂരിൽ നിന്ന് ആരംഭിക്കുന്നത്. അവരുടെ കൗണ്ട് ഡൗൺ തുടങ്ങുന്ന ഇലക്ഷനായിരിക്കും. നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തോടെ ആര്യാടൻ ഷൗക്കത്ത് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി MLA ആയിരിക്കും. എഴുതി വെച്ചു. അല്ല, നിങ്ങൾ ഇതുവരെ ചോദിച്ചത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇലക്ഷൻ്റെ. ഇന്നലെയാണ് ഇലക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നു. എനിക്ക് ഉച്ചക്കാണ്, ഇന്ന് ഉച്ചക്ക് ഏകദേശം 2:30 മണിക്കാണ് KPCC പ്രസിഡൻറ്റിൻ്റെ കത്ത് കിട്ടിയത്. 5:30 മണിക്ക് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. നിങ്ങൾ മറ്റു പാർട്ടികളോടും കൂടെ ഒന്ന് ചോദിക്കുക. ഞങ്ങളെ പിന്നാലെ ആയിരുന്നല്ലോ ഇപ്പോഴെല്ലാം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമായിട്ട് എടുത്തുകൊണ്ട് തന്നെ ഇത് 2026 ഒരു സെമി ഫൈനൽ ഇലക്ഷനാണ് നടക്കാൻ വേണ്ടി പോകുന്നത് നിലമ്പൂരിൽ, നിയമസഭാ ഇലക്ഷൻ്റെ. അപ്പോൾ ആ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ സജ്ജമായിട്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? പാർട്ടിയുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവിടെ ആഗ്രഹിച്ച സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. DCC പ്രസിഡന്റ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ DCC പ്രസിഡന്റ് തന്നെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വന്ന് ഷൗക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് കോൺഗ്രസിൻ്റെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാൻ വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, വലിയ ഭൂരിപക്ഷത്തോടെ നമ്മൾ വിജയിക്കും. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അറിയാവുന്നവരൊക്കെ എല്ലാവർക്കും അറിയാം. ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ സർക്കാർ മാറാൻ. ആ ജനങ്ങളുടെ വികാരത്തിൻ്റെ പൂർണ്ണ പ്രതിഫലനം നിലമ്പൂരിലുണ്ടാവും. അല്ല, അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈൻ എന്താണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും നല്ല രീതിയിൽ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോകുമെന്ന് ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ കേരളത്തിലെ UDF കമ്മിറ്റികളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള കാര്യമില്ല. അതൊക്കെ അവിടെയാണ് സംസാരിക്കുക. അല്ല, അത് പാർട്ടി ഇനിയിപ്പം ബാക്കിയുള്ളവരും കൂടി ഇരുന്ന് ആലോചിച്ച്, KPCCയും പാർട്ടി അവിടുത്തെ നേതൃത്വമൊക്കെ ഇരുന്ന് ആലോചിച്ച്, UDFുമായിട്ട് ആലോചിച്ച്, പിന്നെ UDF ഒന്നിച്ച് ആലോചിക്കണം. ഇനിയിപ്പോൾ UDF ആണ് ഇലക്ഷൻ നടത്തേണ്ടത്. UDFിൻ്റെ ആലോചന യോഗത്തിൽ അവർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകും. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആര്യാടൻ മുഹമ്മദ് വളരെ ദീർഘനാൾ പ്രതിനിധാനം ചെയ്ത മണ്ഡലമാണ് നിലമ്പൂർ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും കേരള രാഷ്ട്രീയത്തിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരാൾക്കും തള്ളി പറയാൻ കഴിയുന്നതെന്നല്ല. അപ്പോൾ ആര്യാടന് ശേഷം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായിട്ട് ഞങ്ങൾ കോൺഗ്രസ് തോൽക്കുകയായിരുന്നു അവിടെ. പക്ഷേ ഇപ്രാവശ്യം ആര്യാടൻ്റെ പുത്രൻ ഷൗക്കത്തിലൂടെ തന്നെ അത് തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ വളരെ ആത്മവിശ്വാസമുണ്ട്, അഭിമാനബോധമുണ്ട്. സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം, പാവപ്പെട്ടവന് സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയല്ലേ. ഒരു സർക്കാരിനെ കൊണ്ട് ജനങ്ങൾ ഇത്രയേറെ മടുത്തൊരു കാലം ഉണ്ടായിട്ടില്ല. ആ മടുത്ത ജനങ്ങളുടെ വികാരം ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഇലക്ഷനാക്കി ഇതിനെ മാറ്റിയാൽ മാത്രം മതി. അത്രേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ കരുവന്നൂരിൽ ED ഇപ്പം CPM-നെ അടക്കം പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചൊക്കെയാണെന്നുള്ള ആരോപണം CPM നേതാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ കാണുന്നു? അല്ല, CPM നേതാക്കൾക്ക് എന്ത് പറയാം? അതിപ്പോൾ കേസിൻ്റെ പേരിൽ ഇപ്പോൾ ബാങ്കിൽ തട്ടിമറി നടന്നു എന്നുള്ളത് സത്യമാണല്ലോ. കേരളം കണ്ട ഏറ്റവും വലിയൊരു ബാങ്ക് കൊള്ളയല്ലേ നടന്നിരിക്കുന്നത്. അതിനെ അവർ ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ വിശദാംശങ്ങൾ, കേസിൻ്റെ കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്യട്ടെ. അവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞങ്ങളൊക്കെ നിയമപരമായിട്ട് ഫൈറ്റ് ചെയ്തല്ലേ EDയോട് നിയമപരമായി ഫൈറ്റ് ചെയ്തില്ലേ. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ക്രൈം നടന്നിട്ടുണ്ട്. പാർട്ടിയായിരുന്നു ഭരിച്ചത് ബാങ്ക്. പാർട്ടി ഭരിച്ച ബാങ്കിൽ ക്രൈം നടന്നിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഇൻവോൾവ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ആശങ്കകൾ പറയുന്നത്, സംശയിക്കും പറയുന്നത്. അത് EDയുടെ കുറ്റപത്രത്തെക്കുറിച്ച് ഇപ്പം ഞാനല്ല പറയേണ്ടത്. അത് ഇനിയിപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്ന വിഷയമാണ്. അത് കോടതിയിൽ ചർച്ച ചെയ്യപ്പെട്ടെ. ഓക്കെ, താങ്ക് യു.